മനോഹരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക്, വണ്ടേഴ്സ് വേൾഡിന്റെ മറ്റൊരു ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു ദിവസവും അതിന്റെ തുടക്കം മനോഹരമാക്കുന്നത് പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളുമാണ്. അത്തരത്തിൽ വണ്ടേഴ്സ് വേൾഡ് വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വ്യക്തികൾ എന്ന നിലയിൽ മാർക്കറ്റിംഗ്, സെയിൽസ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിത ശൈലി തന്നെ നൽകി തരുന്നതാണ് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം അറിയിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങളുടെ ക്യാമറ ഓണാക്കി വെക്കുവാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ മൈക്കുകൾ ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. മറ്റ് തടസ്സങ്ങൾ കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം അത് ആസ്വദിക്കുവാൻ നിങ്ങളെ സഹായിക്കും. എന്താണ് USP? ഓരോ ബിസിനസ്സുകാരനും, ഓരോ സെയിൽസിലും മാർക്കറ്റിംഗിലും ജോലി ചെയ്യുന്ന വ്യക്തികൾ അനുദിനം കേൾക്കുന്ന ഒരു പദമാണ് USP. ഒരുപക്ഷെ ഇത് വളരെ നല്ല രീതിയിൽ അറിയാവുന്നവരായിരിക്കാം ഒരുപക്ഷെ ഈ ഗ്രൂപ്പിലുള്ളവർ. അല്ലാത്തവർ ആദ്യമായാണ് കേൾക്കുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പോയിന്റുകൾ നോട്ട് ചെയ്യാവുന്നതാണ്. ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പദപ്രയോഗം കൂടിയാണിത്. അതിന്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനോടുള്ള നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. മാത്രമല്ല, മറ്റുള്ളവരോട് വളരെ ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ പറയാനും കഴിയും. USP എന്ന് പറഞ്ഞാൽ യൂണിക് സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു ഉദാഹരണം, നമുക്ക് ചുറ്റുമുള്ള ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ എങ്ങനെയിരിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കെല്ലാം ഒരേ ക്വാളിറ്റി ആണെങ്കിൽ എങ്ങനെയിരിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാകട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന അനുദിനം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാകട്ടെ, ഇതെല്ലാം ഒരേപോലെയാണെങ്കിൽ എങ്ങനെയിരിക്കും? വ്യത്യസ്തത നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ചോയ്സസ് നമ്മുടെ സ്വന്തമാണ്, അവകാശമാണ്. പലപ്പോഴും ഇത്തരം ആശയങ്ങളാണ് പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ ആളുകളെ ഇടയാക്കുന്നത്. ഓരോ കമ്പനികളും ധാരാളം പ്രൊഡക്റ്റുകൾ ഇറക്കുന്നു. ഇതിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? നമ്മളെ യൂണിക് ആക്കുന്നത് എന്താണ്? അതാണ് ഓരോ കമ്പനിയുടെയും യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ധാരാളം പ്രൊഡക്റ്റുകളിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് വ്യത്യസ്തമായി ഇറക്കുമ്പോൾ, അഥവാ കോമ്പറ്റീറ്റേഴ്സിന് ഇറക്കാൻ കഴിയാതെ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകതയോട് കൂടി, ഒരു സ്പെഷ്യാലിറ്റിയോട് കൂടി നമ്മൾ ആ പ്രൊഡക്റ്റ് അവതരിപ്പിക്കുമ്പോഴാണ് ആ പ്രൊഡക്റ്റിന് ഒരു USP ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതൊരു പ്രൊഡക്റ്റും, അതിന്റെ സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായി അതിന് എന്തെങ്കിലും അവകാശപ്പെടുവാനുള്ള എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകതയെ, ആ ഒരു സ്പെഷ്യാലിറ്റിയെ ഒരു സെല്ലിംഗ് പോയിന്റായി ഉപയോഗിക്കുന്നതിനെ യൂണിക് സെല്ലിംഗ് പോയിന്റ് അഥവാ യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയാറുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിരുന്ന പേസ്റ്റ് ഉണ്ട് അല്ലെ? ആ പേസ്റ്റിന് വെള്ള നിറം മാത്രമായിരുന്നു. വർഷങ്ങളായി നമ്മൾ അത് ഉപയോഗിച്ചു. പേസ്റ്റ് കമ്പനിയുടെ പേര് ഞാൻ പറയേണ്ട, ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഇത് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു കമ്പനി ഒരു പേസ്റ്റ് കൊണ്ടുവന്നു. അതിന് ചുവന്ന കളറായിരുന്നു. അവരെ മാർക്കറ്റിൽ വ്യത്യസ്തമാക്കിയത് ഈ ചുവപ്പാണെങ്കിൽ ഇന്ന് ഏതാണ്ട് കുട്ടികളുടെ സ്കെച്ച് പെൻ കാണുന്നത് പോലെയാണ്. വ്യത്യസ്തമായ നിറങ്ങളിൽ, പല രുചികളിൽ, പല വർണ്ണങ്ങളിൽ ഇന്ന് പേസ്റ്റ് മാർക്കറ്റിലുണ്ട്. അവരവകാശപ്പെടുന്ന ഓരോ പ്രത്യേകതകളും അതിനുണ്ട്. ഒരു പച്ചക്കറിക്കടയിൽ കയറി ഇറങ്ങുന്നത് പോലെ, ഒരു ആയുർവേദ കടയിൽ കയറി ഇറങ്ങുന്നത് പോലെ ധാരാളം ഫ്ലേവറുകളാണ് ഇന്ന് പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റിന്. അതിൽ പുതിനയിലയുണ്ട്, ഗ്രാമ്പുണ്ട് എന്ന് വേണ്ട പല നിറങ്ങളിൽ ഇത് സ്വന്തമാണെന്ന്. ഓരോ കമ്പനികളുടെയും ഈ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതിന്റെ USP ആയി അവർ അവതരിപ്പിക്കുക. ഓരോ പ്രൊഡക്റ്റുകളും, അല്ലെങ്കിൽ ഈ ടൂത്ത് പേസ്റ്റിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഇതുപോലെ ചിന്തിക്കാം.
മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്ന ഒരു പ്രത്യേകത അതിനുണ്ടാവും. അത്തരം പ്രത്യേകതയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ USP ആയി എടുത്തു പറയുന്നത്. ഇപ്പൊ ഒരു പേസ്റ്റിൽ പുതിന ഇലയാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ അഥവാ ആ ടൂത്ത് പേസ്റ്റിന്റെ ഹൈലൈറ്റ് ആയി അവർ പറയുക ആ ഫ്ലേവർ ആയിരിക്കും. ഇനി നോനി പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേത് പേസ്റ്റും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റും നിങ്ങൾക്ക് എടുക്കാം. പണ്ട് ഉപയോഗിച്ചിരുന്ന പേസ്റ്റിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തമാക്കി അതിനെ നിങ്ങളുടെ ഫ്ലേവർ ആക്കി മാറ്റാൻ കാരണം എന്താണ്? അതിലെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ പലയാവർത്തി ഉപയോഗിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ള പലരും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ വാങ്ങിയതാകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അത് ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി ഇന്ന് അത് നിങ്ങളുടെ ഫേവറേറ്റ്. പല ആളുകളും പേസ്റ്റിന്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് ഒരു ദിവസം തുടങ്ങുമ്പം ആദ്യം കാണുന്ന ഒരു വസ്തുവാണല്ലോ. ഇത് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും കുറെ കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ വെള്ള പേസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആ പേസ്റ്റിൽ അടങ്ങിയിരുന്ന കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾ ആ ഫ്ലേവർ എന്താണെന്നും അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും പറയും. കാരണം മാർക്കറ്റിൽ പ്രൊഡക്റ്റുകളുടെ എണ്ണം ഇല്ലാതിരിക്കുമ്പോൾ, അഥവാ അതിന്റെ വ്യത്യസ്തതകൾ കൂടാതിരിക്കുമ്പോൾ, കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതിരിക്കുമ്പോൾ അതൊരു കോമൺ പ്രൊഡക്റ്റ് ആണ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഒരു കാലത്ത് 501ന്റെ ബാർ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ ഉജാല തുള്ളിനീലം മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ നമുക്കിന്ന് അറിയാവുന്ന പോലെ പല പല പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചപ്പോൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലായിരുന്നപ്പോൾ നമുക്കവിടെ വേറെ ചോയ്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉപയോഗിക്കാൻ തയ്യാറായിരുന്നു. ആ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ആ കമ്പനികളും വളരെ വലുതായി. അതോടൊപ്പം തന്നെ അവർ തന്നെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ ഇറക്കി തുടങ്ങി. അഥവാ ചോയ്സസ് കൊണ്ടുവന്നു. കമ്പനികൾ ഏത് തന്നെയാണെങ്കിലും കസ്റ്റമറിന് ആവശ്യം അതിന്റെ ചോയ്സസ് ആണെന്ന് തിരിച്ചറിയുകയും ആ ചോയ്സസ് അവിടെ തിരഞ്ഞെടുക്കുവാനായി ചില സ്പെഷ്യാലിറ്റികൾ അതിൽ കൊണ്ടുവരികയും ചെയ്തു. നമ്മൾ കഴിച്ചിരുന്ന ഒരു കാലത്ത് വാനില ഐസ്ക്രീം പോലും ഇന്ന് ചിന്തിച്ചാൽ വാനില ഐസ്ക്രീം അല്ല, അല്ലെ? പല ഫ്ലേവറുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഒരു ധാരാളം ലിസ്റ്റുകളാണ് പലപ്പോഴും ഐസ്ക്രീം പാർലറിന്റെ ഫ്രണ്ടിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ കുട്ടികൾ അതിൽ ഓരോന്നും തിരഞ്ഞെടുത്ത് ഓരോ ഫ്ലേവറുകളും ചൂസ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് ആയി ഒന്ന് മാറുമ്പോൾ അവർ ആ USP ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഒരു പക്ഷേ കേക്ക് മേടിക്കാൻ ചെല്ലുമ്പോഴും നമ്മൾ ഇതുപോലെയാണ്. അങ്ങനെ ഏത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിലെ ഒരു USP ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ USP തിരിച്ചറിഞ്ഞ് നമ്മൾ വാങ്ങിക്കുമ്പോഴാണ് അത് മാർക്കറ്റിൽ വ്യത്യസ്തമാകുന്നതും ആ വ്യത്യസ്തമായ പ്രൊഡക്റ്റ് ചില കാറ്റഗറീസ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതും. പ്രിയമുള്ളവരെ, USP എന്ന വേർഡ് നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ഇത് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. ഓരോ കമ്പനികളും ഇന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോൾ അതിനൊരു യൂണിക് സെല്ലിംഗ് പോയിന്റ് വെക്കുന്നത് കസ്റ്റമറിനെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സസിൽ ഒരു പോയിന്റ് കൂടി അധികമാകുന്നു. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ട് ഇത്തരം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്നും ഇത് നിങ്ങൾ വാങ്ങിക്കണം, എന്തുകൊണ്ട് ഇത് വാങ്ങിക്കണം, ഇങ്ങനെ 3-4 ചോദ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു പോയിന്റ് വർക്കൗട്ട് ആകുക. ഒരു മാർക്കറ്റിൽ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൽ ഫസ്റ്റ് ചോദ്യം അവർ ചോദിക്കുക, വൈ ഷുഡ് ദേ ബൈ? എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർ വാങ്ങിക്കണം? അതുപോലെ വൈ ഷുഡ് ദേ ബൈ ഫ്രം മീ? എന്റെ കമ്പനിയിൽ നിന്നും എന്തുകൊണ്ട് ഇത് വാങ്ങിക്കണം? ഈ ചോയ്സ് ആയിരിക്കും ഓരോ കമ്പനികളും മുന്നോട്ട് വെക്കുക. ഇനി ഇതേ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വ്യക്തികൾ എന്ന നിലയിൽ നമ്മളെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ നമ്മളിൽ ഒരു USP കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പറയുക പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നാണ്. നമ്മളെ വ്യക്തികൾ എന്ന നിലയിൽ നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതിന്റെ പേര് പേഴ്സണൽ ബ്രാൻഡിംഗ് ആണെന്ന് ചിന്തിക്കാം. നമ്മളെ വ്യത്യസ്തമാക്കുന്ന ചില പ്രത്യേകതകൾ, അല്ലെ? ഓരോ മനുഷ്യരുടെയും പ്രത്യേകത ഒന്നിൽ നിന്നും മറ്റൊരാൾ വ്യത്യസ്തരായിരിക്കും എല്ലാ രീതിയിലും. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് പേഴ്സണൽ ബ്രാൻഡിംഗ് ആയി മാറുന്നു. ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരെപ്പോഴും ഒരേ തരത്തിലുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക. നമുക്കറിയാവുന്ന ചെമ്മണ്ണൂരിന്റെ, അല്ലെ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി, ബോച്ച എന്ന് പറയുന്ന വ്യക്തി, കാലാകാലങ്ങളെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വസ്ത്ര രീതി അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിംഗ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നു. എന്ന് തുടങ്ങി ഒരുപാട് ആളുകൾ അവരുടെ ജീവിതശൈലി കൊണ്ടോ
അവരുടെ വ്യക്തിഗതമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടോ, ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ വസ്ത്രധാരണമാകാം, അവരുപയോഗിക്കുന്ന വസ്തുക്കളാകാം, ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് അവരെ വ്യത്യസ്തമാക്കുന്നുണ്ടെങ്കിൽ, അവരെ അവരുടെ യുഎസ്പി ആയി നമുക്ക് എടുത്തു പറയാവുന്ന കാര്യത്തെ ഒരുപക്ഷെ ബ്രാൻഡിംഗ് എന്നോ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നോ പറയാം. ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി ഇറക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്യണം? എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ കമ്പനിയിൽ തന്നെ അത് വാങ്ങിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുഎസ്പി. ഇന്ന് യുഎസ്പി വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഓരോ കമ്പനികളും ഇന്ന് കോമ്പറ്റീറ്റേഴ്സ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രൊഡക്റ്റുകളും ഇന്ന് നമുക്ക് ചോയ്സസ് അനവധിയാണ്. ഒരു കടയിൽ കയറി അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റുകളുടെ ഒപ്പം തന്നെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഒരു വലിയ ശേഖരം തന്നെ അവിടെ ഉണ്ട്. ഒരുപക്ഷെ ലുലു പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സോപ്പ് എടുക്കുവാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേസ്റ്റ് എടുക്കുവാൻ ആ റാക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നീണ്ടു കിടക്കുന്ന വലിയ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ട്രേ നമുക്ക് അവിടെ ഒരു ഷെൽഫ് കാണാൻ കഴിയും. വ്യത്യസ്തമായിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും അതെന്താണ് ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സോപ്പ് ആയിരിക്കാം. നമ്മൾ അതിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ പേരുകളും വ്യത്യസ്തമായ കവറുകളും അതിന്റെ എല്ലാം മുകളിൽ അവരുടെ പ്രത്യേകതയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കസ്റ്റമറിന്റെ ചോയ്സ് ആണ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഇത്തരത്തിൽ ഓരോ പ്രൊഡക്റ്റുകളെയും ആളുകൾ അവതരിപ്പിക്കുന്നു. ഓരോ കമ്പനികളും ഇതുപോലെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോയ്സസിന്റെ എണ്ണവും അനവധിയാകുന്നു. ഇതിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത്? അത് കസ്റ്റമറിനെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു ഇമോഷണൽ മാർക്കറ്റിംഗിലൂടെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ അവർ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ 3 കാര്യങ്ങളാണ് ഒരു പ്രൊഡക്റ്റിൽ വരിക. ഒന്ന് അതിന്റെ നീഡ് അഥവാ അതിന്റെ ആവശ്യകത കമ്പനി അതിനകത്ത് കാണിക്കുന്നു. 2 അതിന്റെ ക്വാളിറ്റി അഥവാ മൂല്യം അതിൽ നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത് അതിന്റെ സ്പെഷ്യാലിറ്റി, അതായത് ഒരു കോമ്പറ്റീറ്ററിന് അത് കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ മറ്റു കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായി തനിക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്നു എന്ന കോൺഫിഡൻസോട് കൂടി അവർ അവതരിപ്പിക്കുമ്പോഴാണ് അത് ഒരു യുഎസ്പി ആയി മാറുന്നത്. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്ന് പല കമ്പനികളും ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, വളരെയധികം ശ്രദ്ധിക്കുന്നു. ഏതൊരു മേഖലയിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു യുഎസ്പി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇത്രയും വിശദമായിട്ട് ഈ വിഷയം ചിന്തിക്കേണ്ട വിഷയമുണ്ടോ? ഉണ്ട്. കാരണം യുഎസ്പി എന്നൊരു കാര്യം ആവശ്യമായി വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു നീഡ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതൊരു നീഡായി മാറുന്നത്? നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നമ്മൾ കാണുന്ന വ്യത്യസ്ത തരം ആളുകളിലേക്കോ ചുറ്റുപാടിലേക്കോ നോക്കിയാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അഥവാ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുവാൻ അഥവാ സൊല്യൂഷൻ കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക്, അഥവാ അതൊരു പ്രൊഡക്റ്റ് ആകാം, സർവീസ് ആകാം, ഇതിനെ ഒരു പർട്ടിക്കുലർ കമ്പനി ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും അവിടെ യുഎസ്പി എന്ന് പറയുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മനോഹരമായ ബിസിനസ് സ്ട്രാറ്റജിയിലാണ് നമ്മൾ. വ്യത്യസ്തമായിരിക്കുന്ന ആളുകളുള്ള ചുറ്റുപാടുകളുള്ള പല പശ്ചാത്തലത്തിലും പല ജീവിത രീതിയിലുമുള്ള ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ വലിയൊരു പ്രശ്നത്തിന്റെ പരിഹാരവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രശ്ന പരിഹാരം? മാർക്കറ്റിൽ ഇന്ന് വരെ അവൈലബിൾ ആയിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ രീതിയുടെ പുതിയ എഡ്യൂക്കേഷൻ സംസ്കാരത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക എന്ന ഒരു വലിയ ആവശ്യകത നമ്മൾ ഇന്ന് കണ്ടെത്തി അത് ഏറ്റെടുത്തിരിക്കുന്നു. സാൻഡ്ബോക്സ് ഇന്ന് ചെയ്യുന്നത് അത്തരം മനോഹരമായ ഒരു യുഎസ്പി ഓറിയന്റഡ് ആയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ചുറ്റുമുള്ള ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ഒരു പ്രശ്നം അവിടെ കാണും എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് നമ്മുടെ ഇടയ്ക്കുള്ള പ്രശ്നം? കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികൾ മാറിയിരിക്കുന്നു. എഡ്യൂക്കേഷൻ രീതികൾ അവർക്ക് വളരെ വേഗത്തിൽ അഥവാ പഠിക്കുവാനുള്ള സമയം അവർക്ക് വളരെ ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് ഏത് പുതിയ രീതിയിൽ പഠിക്കുവാൻ കഴിയും? പഠനം എത്ര പ്രധാനപ്പെട്ടതാണ്? പഠിക്കുന്നതിനുള്ള ടെക്നോളജികൾ ഇന്ന് ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന ഒരു പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുകയാണ്. ഇന്ന് പുസ്തകങ്ങളിൽ നോക്കി പഠിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. അധ്യാപന രീതിയുടെ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പാഠ്യപദ്ധതികൾ അല്ലെങ്കിൽ സിലബസുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നത് കുട്ടികൾ മാത്രമല്ല, ഇന്ന് മാതാപിതാക്കൾക്കും വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തെ എങ്ങനെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും? കൃത്യമായ ഒരു കമ്പനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. കമ്പനി കൃത്യമായി ചിന്തിച്ചതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. ഇനി അതിനെ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം
വിദ്യാഭ്യാസം ഡിജിറ്റലായി മാറിയിരിക്കുന്ന ഈ കാലയളവിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മളെ വ്യത്യസ്തമാക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ, വൈ ദേ ഷുഡ് ചൂസ് മീ അല്ലെങ്കിൽ ചൂസ് അസ്, നമ്മളെ എന്തുകൊണ്ട് അവർ ചൂസ് ചെയ്യണം, നമ്മളെ എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ആകണം, ഇതിന്റെ ഉത്തരം ആണ് നമ്മുടെ കമ്പനി ഒരു സൊല്യൂഷനായി കണ്ടെത്തിയത്. നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം, ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം അല്ലെ. വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലെങ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിക്കുന്ന SSLC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, CBSE 10th ആയിക്കോട്ടെ, നീറ്റ്, JEE ഏത് വിഷയവും അവർക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം സോൾവിങ്. കാരണം ട്രഡീഷണലി പഠിച്ചിരിക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ പഠിച്ചു വന്നിരുന്ന വിദ്യാലയങ്ങളിൽ ക്ലാസ് റൂമുകളിൽ പോയിരുന്ന് പഠിക്കുന്ന രീതി ഏറെ മാറ്റം വന്നിരിക്കുന്നു. കോവിഡിന് ശേഷമുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. ഇ അഥവാ ഓൺലൈൻ ആയി ഇത് ചെയ്യാം എന്നുള്ളതാണ്. ടെക്നോളജി മാറുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആകുന്നു, ഡിജിറ്റൽ ആവുന്നു. വിദ്യാഭ്യാസ രീതിയും ഡിജിറ്റലായി മാറി. എന്നാൽ ക്ലാസ് റൂമുകളിൽ പോയിരുന്ന് പഠിക്കുക എന്ന അവസ്ഥയ്ക്ക് ഇനി വരുന്ന നാളുകളിൽ വലിയ മാറ്റങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഈ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളുടെ കമ്പനി കോമ്പറ്റീറ്റേഴ്സിന് നടുവിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണ്ടേ? നമ്മൾ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക്, നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ ആശയങ്ങൾക്കും അത് പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ പൊതുജനങ്ങൾ അഥവാ പബ്ലിക് ഇത് ഏറ്റെടുക്കുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോഴ്സുകളെ നമ്മൾ ഒരു ആപ്പിലേക്ക് ചുരുക്കി. എന്തുകൊണ്ടാണ് ആപ്പിലേക്ക് ചുരുക്കാൻ കാരണം? നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ വന്ന ശേഷവും, അതായത് സ്കൂളിൽ നിന്ന് തിരികെ വന്ന ശേഷവും കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം, ഒരു പോർട്ടൽ അവിടെ ഓപ്പൺ ആയി കിട്ടുന്നു. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം സോൾവിങ്. എന്നാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ USP അവിടെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് സാൻഡ്ബോക്സ് സിറ്റി എന്ന ഈ പ്രോഡക്റ്റ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള USP എന്തായിരിക്കും? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തികളും ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഈ USP അറിഞ്ഞിരുന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം വർദ്ധിക്കും. കേവലം ബിസിനസ് സ്ട്രാറ്റജികളുമായിട്ട് ആളുകളുടെ മുമ്പിൽ ചെന്ന് എങ്ങനെ വരുമാനം ഉണ്ടാകുന്നു എന്നതിനപ്പുറം ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ അവതരിപ്പിച്ചാൽ തീർച്ചയായും നമ്മൾ അത് ചൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് ഏറ്റെടുക്കും. ഒരുപക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഷോറൂമിലേക്ക്, ഒരു വാഹനത്തിന്റെ ഷോറൂമിലേക്ക് നിങ്ങൾ ചെല്ലുന്നു. നിങ്ങൾ അവിടേക്ക് വണ്ടി ചെന്ന് നോക്കുമ്പോൾ ആദ്യം കണ്ണിലുടക്കുക പല കളറുകൾ മാത്രമായിരിക്കും. കാരണം റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ കോമ്പോസിഷൻ നിങ്ങളുടെ കണ്ണിലുടക്കും, അത് നിങ്ങളുടെ മനസ്സിലുടക്കും. ഈ രജിസ്റ്റർ ആയ കളറുമായി നിങ്ങൾ ആ ഷോറൂമിലേക്ക് കയറി ചെന്നാൽ അവർ കളർ നോക്കിയാണോ വണ്ടി തിരഞ്ഞെടുക്കുക? നമ്മൾ തിരഞ്ഞെടുക്കുക ഒരുപക്ഷെ കളർ നോക്കിയായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കളർ അവിടെ ഷോറൂമിൽ അവിടെ ഷോക്കേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് അവർ പറയും, യാർഡിലുണ്ട്, അല്ലെങ്കിൽ ബാക്കിലേക്ക് വരും, ഞങ്ങൾ ആ കളർ കാണിച്ചു തരാം. പക്ഷേ അതിന്റെ എക്സിക്യൂട്ടീവ് വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും വണ്ടിയുടെ കളറിനെ കുറിച്ചല്ല നമ്മളോട് സംസാരിക്കുക. അദ്ദേഹം അതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും നമ്മളോട് സംസാരിക്കുക. ഹലോ, ആ വാഹനത്തിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ഫീച്ചേഴ്സുകൾ അവരെടുത്തു പറയും. തങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫെസിലിറ്റിക്ക് സ്പെഷ്യലായി ഞങ്ങൾ എന്താണ് ബദൽ സംവിധാനം കണ്ടിരിക്കുന്നത്, അവരിൽ നിന്നും ഞങ്ങളെ അഡ്വാൻസ് ആക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ ആ വാഹനം എടുക്കുവാനുള്ള സാധ്യത നമ്മളിലേക്ക് കൂടുതൽ തുറന്നു വരുന്നു. നമ്മൾ അപ്പോൾ നമ്മുടെ മനസ്സിൽ കാൽക്കുലേഷൻസ് ആരംഭിക്കുന്നു. ഈ വാഹനം ഇത്ര രൂപയ്ക്ക് ഞാൻ മേടിക്കുമ്പോൾ മറ്റു വാഹനത്തെ അപേക്ഷിച്ച് എനിക്ക് ഇത്രയും പണം മുടക്കിയാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടും എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവർ ഫുൾ ഓപ്ഷന്റെ കാര്യങ്ങൾ പറയുക. ഈ ഫുൾ ഓപ്ഷനിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാഹനം, ഒരുപക്ഷെ നമ്മൾ മാർക്കറ്റിൽ വിലയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ട് താരതമ്യം ചെയ്തപ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്ന ഒരു വാഹനം അപ്പുറത്തുണ്ടെങ്കിലും ഇതിന്റെ ചോയ്സസ്, ഇത് മുമ്പിലേക്ക് തരുന്ന USPകൾ ഒരു പക്ഷേ ഈ പുതിയ വാഹനം എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ക്ലിയർ ആയോ? നമ്മൾ ഓരോന്നും തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലൊരു USP, ഒരു ചോയ്സസ് നമ്മുടെ ഷോക്കേസിങ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. നമ്മുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് മറ്റുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നു?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമേയുള്ള ഇന്റർഫേസോ കളറോ കണ്ടിട്ടല്ല ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക. മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡഡ് പ്രൊഡക്ട്സുകൾ ഇനി വരുന്ന നാളുകളിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മളെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായി ഒരു കൂട്ടം ജനങ്ങൾ ഇത് ഏറ്റെടുക്കണമെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ USPകൾ ഓരോന്നായിട്ടൊന്ന് ചിന്തിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ BOPകളിൽ കേട്ടിട്ടുണ്ടാകാം, ഒരു എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈം ഇൻ ഡയറക്റ്റ് സെല്ലിംഗ് വന്നിരിക്കുകയാണ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് നമുക്ക് പറയേണ്ട, കാരണം നമുക്കറിയാം. പക്ഷെ ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് ഒരു എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് വരുമ്പോൾ അതിന്റെ സാധ്യത എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കസ്റ്റമറിന്റെ മുമ്പിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ന് പുതിയതായി കേരളത്തിൽ വന്നൊരു സിസ്റ്റം അല്ല. വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ തുടരുന്നു. അത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പല കമ്പനികളിൽ പല രീതിയിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസം ഒരു പ്രൊഡക്റ്റായി, ഒരു സർവീസായി നമ്മളുടെ ഈ ഒരു കമ്പനിയിലൂടെ, ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് സ്ട്രാറ്റജിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണം, ധൈര്യത്തോടുകൂടി നമുക്കൊരു വീട്ടിലേക്ക് ഇത് കൊണ്ട് കയറി ചെല്ലാം എന്നുള്ളതാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രശ്നം എന്താണ്? പലപ്പോഴും ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രൊഡക്റ്റ് എത്ര ക്വാളിറ്റി ഉള്ളതോ, അല്ലെങ്കിൽ അതിനകത്ത് അവർ തരുന്ന കമ്പനികൾക്ക് എത്ര വർഷത്തെ ലെഗസി എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ എന്താ പറയുക, വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രൊഡക്റ്റുമായി ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ പലപ്പോഴും ഒരു ആശങ്കയുണ്ടാവും നമുക്ക്. ആം ഐ റൈറ്റ്? പലപ്പോഴും ഒരു പ്രൊഡക്റ്റുമായി നമ്മൾ അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു ആശങ്കയുണ്ടാവും. അവരെങ്ങനെ ഇതിനെ ഫേസ് ചെയ്യും? അവരെങ്ങനെ ഇതിനെ ഏറ്റെടുക്കും? ഒരുപക്ഷെ അതിന്റെ പ്രത്യേകതകളൊക്കെ നേരത്തെ പറഞ്ഞ USPകളൊക്കെ നമ്മൾ പറഞ്ഞാലും അവിടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന്റെ വിലയും അതിന്റെ എക്സ്പയറിയും അതുപോലെ ആ പ്രൊഡക്റ്റിന്റെ ആവശ്യകതയും ഒക്കെ അവിടെ ചുറ്റിപ്പറ്റിയാണ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആ വ്യക്തി അത് ഏറ്റെടുക്കുക. ആ വ്യക്തി ഏറ്റെടുത്താൽ മാത്രം പോരാ, അല്ലെ? അതിനെ അവരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, അഥവാ സെല്ല് ചെയ്യണം, റീസെല്ലിംഗ് ചെയ്യണം. ഇതവിടെ സംഭവിക്കുമ്പോഴാണ് അവർക്കതൊരു വരുമാനമായി മാറുന്നതും ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ആ ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കപ്പെടുന്നതും. വർഷങ്ങളായി അത് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കറ്റിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് സെല്ലിങ്ങിനെ അപേക്ഷിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ഇന്ന് ഓരോ കുടുംബത്തിലെയും ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു നീഡി പ്രൊഡക്റ്റ് ആണ്. കുട്ടികളുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അവർക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു മാറ്റം കൊടുക്കാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലയളവിൽ, ഒരുപക്ഷെ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ട്യൂഷൻ എന്ന സംവിധാനം വന്നത് അങ്ങനെയാണ്, അല്ലെ? ട്യൂഷൻ വന്ന ഒരു ചരിത്രത്തെ കുറിച്ച് നമുക്ക് ഒരുപക്ഷെ അറിയില്ല, കാരണം നമ്മൾ അതിനോടൊപ്പം സഞ്ചരിച്ച് കയറി വന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നമുക്കത് വലിയ പ്രത്യേകത തോന്നില്ല. കാരണം അന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകർ എന്ത് ചെയ്യുന്നു? കുട്ടികൾ പഠിക്കുവാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർ തിരഞ്ഞെടുത്ത് അവരെന്ത് ചെയ്യുന്നു? വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ കൂടി ചെലവഴിച്ചാൽ, ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ ചെലവഴിച്ചാൽ ആ കുട്ടികൾക്ക് ആ പോർഷൻ കവർ ചെയ്ത് കൊടുക്കാം എന്ന ചില അധ്യാപകരുടെ സൗജന്യമായ രീതിയാണ്, അല്ലെങ്കിൽ അവരുടെ മനസാക്ഷിയാണ് ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. അത് തെറ്റായ രീതിയിലല്ല ഞാൻ പറയുന്നത്. ശരിയായ രീതിയിലാണ്. കാരണം എന്താണ്? കുട്ടികളുടെ ക്ലാസ്സിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്കത് കൂടുതൽ ബ്രഷപ്പ് ചെയ്തെടുക്കുവാൻ, അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്തെടുക്കുവാൻ അവർക്കൊരു പാരലൽ സിസ്റ്റം വേണം എന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് പിന്നീട് ഇന്ന് ട്യൂഷനായി മാറിയിരിക്കുന്നത്. അതിന് പിന്നീട് സമയദൈർഘ്യങ്ങൾ പല രീതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടു. രാവിലെ 5 മണി മുതൽ കുട്ടികൾ ട്യൂഷന് പോകുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന ശേഷം ട്യൂഷന് പോകുന്നു. ഈ രീതിയിലേക്ക് മാറി. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ ഇന്ന് മീറ്റിംഗ് നിൽക്കുന്ന പലരും, അല്ലെ, ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ ട്യൂഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പല ക്ലാസ്സിലും ചില സബ്ജക്റ്റുകൾ പിന്നോക്കം നിൽക്കുന്ന, പഠിക്കാൻ പുറകിലാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ ട്യൂഷന് പോയിട്ടുണ്ടാവും. ഇതൊക്കെയാണെങ്കിലും ഈ കാലഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഈ സിസ്റ്റത്തിനും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്, അഥവാ കാലഘട്ടത്തിന്റെ മാറ്റം സംഭവിക്കുകയാണ്. എഡ്യൂക്കേഷനോടൊപ്പം ട്യൂഷൻ ക്ലാസ്സിൽ പോയതിനെ ഇനി അതൊരു സ്മാർട്ട് സിസ്റ്റത്തിലേക്ക്, അഥവാ ഒരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക്, നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഒരു ആപ്പിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ കാലയളവിലേക്ക് നമ്മൾ കയറിയത് ഒരുപക്ഷെ കോവിഡിന്റെ സമയത്തായിപ്പോയി എന്നത് മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തെ കൃത്യമായി ഫോക്കസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് ഒരുപാട് ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെ? ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചല്ല, ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത്. പക്ഷെ അതിനെ ഇനി എന്ത് ചെയ്യുന്നു? അത് പ്ലാറ്റ്ഫോമുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ട് അതൊരു സ്പെഷ്യലായി മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ USP എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. ഒരു ആപ്പിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ആശയങ്ങൾ മാറുമ്പോൾ ഇനി കോമ്പറ്റേറ്റീവ്സിന്റെ കാലമാണ്.
ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നൊരു ചോദ്യം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു. അവിടെയാണ് നമ്മുടെ കമ്പനി വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ ഒരു ആപ്പ് ആക്കി നമ്മളിലേക്ക് തരുന്നത്. അവിടെയുള്ള ആദ്യത്തെ USP എന്ന് പറയുന്നത്, സാൻഡ്ബോക്സ് വെച്ചിരിക്കുന്ന USP, സാൻഡ്ബോക്സ് സിറ്റിയുടെ USP എന്ന് പറയുന്നത്, ഈ പ്രൊഡക്റ്റ് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് അത് പരസ്യങ്ങൾ കണ്ട ആളുകൾ വാങ്ങിക്കുന്നതല്ല. പകരം ഈ പ്രൊഡക്റ്റുകളെ ആളുകളിലേക്ക് എത്തിക്കുക വഴി അവിടെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം വഴി നമുക്ക് ഓരോ കസ്റ്റമറിലേക്കും ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയും. അങ്ങനെ കുട്ടികളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. എന്നാൽ മാർക്കറ്റിൽ ഇനി അവൈലബിൾ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പ്രൊഡക്റ്റുകളുമായി സാൻഡ്ബോക്സ് സിറ്റി വ്യത്യസ്തമാകുന്നത്, ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഏത് ആപ്പുകൾ അവർ വാങ്ങിയാലും അതിന്റെ മുഴുവൻ പണവും അവർ ആ കമ്പനിക്കാണ് അടയ്ക്കുക. ഹലോ, ആ മുഴുവൻ പണവും ആ കമ്പനിക്കായിരിക്കും അവർ അടയ്ക്കുക. അതിന്റെ സർവീസസ് അവരുടെ എൻഡ് യൂസർ ആയിരിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്നു. ഇവിടെ കുട്ടികളുടെ ആവശ്യത്തിന് ഒരു സൊല്യൂഷൻ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സാൻഡ്ബോക്സ് സിറ്റിയുടെ പ്രത്യേകത, ഒരു പ്രൊഡക്റ്റ് കുട്ടികൾ എൻഡ് യൂസറായി ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കൾക്കും ഒരു പ്രോബ്ലം സോൾവറായി അത് മാറുന്നു. അഥവാ ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും മാതാപിതാക്കൾക്ക് അവിടെ ഒരു വരുമാന മാർഗം തുറന്നു കൊടുക്കപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു എഡ്യൂക്കേഷൻ പോർട്ടൽ സിസ്റ്റത്തെ ഇതുപോലെ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ കൊടുക്കുന്ന മറ്റൊരു കമ്പനി ഒരു വരുമാന മാർഗമാക്കിക്കൊണ്ട് ഇത്രയും സിസ്റ്റമാറ്റിക് ആയ ഒരു പ്ലാനിലൂടെ എത്തിക്കുന്ന വേറെ ഏതൊരു കമ്പനിയുണ്ട് നിങ്ങൾക്കറിയാവുന്നത്? ഒരുപക്ഷെ കാലം മുന്നോട്ട് പോകവേ കോമ്പറ്റീറ്റേഴ്സ് വന്നേക്കാം. പക്ഷെ അവിടെയും സാൻഡ്ബോക്സ് സിറ്റി വ്യത്യസ്തമായി ചിന്തിച്ചിരിക്കുന്നു. കാരണം എഡ്യൂക്കേഷൻ ഫസ്റ്റ് ടൈം ഇൻ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഒരു USP അല്ല കമ്പനിക്കുള്ളത്. അവിടെ രണ്ടാമത്തെ USP തിരിച്ചറിയുന്നു. ഒന്നാമത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, എഡ്യൂക്കേഷൻ ഫസ്റ്റ് ടൈം ഇൻ ഡയറക്റ്റ് സെല്ലിംഗ് ആണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? നമ്മുടെ കമ്പനിയെ കൃത്യമായ രീതിയിൽ അതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, ഹൈബ്രിഡായി ഈ കാര്യം നടക്കുന്നുണ്ട്. പല കമ്പനികളും ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായും ഓൺലൈനായും ഒരു പർട്ടിക്കുലർ സർവീസ് അവർ കൊടുക്കുന്നു. ട്യൂഷൻ ആകട്ടെ, ക്ലാസ്സുകളാകട്ടെ, അത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പലയാവർത്തി നമ്മുടെ BOPയിലും അല്ലാതെയും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത അതിന് എക്സ്പയറി ഇല്ല എന്നുള്ളതാണ്. ആ പ്രൊഡക്റ്റിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. മറ്റുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന രണ്ടാമത്തെ USP അതാണ്. കാരണം മറ്റുള്ള കമ്പനികൾക്ക് ഏതൊരു പ്രൊഡക്റ്റിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ആളുകൾ വാങ്ങിക്കില്ല. അത് ട്രഡീഷണലി ആണെങ്കിലും ഓൺലൈൻ സിസ്റ്റം വഴിയാണെങ്കിലും കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ആ സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ ഡേറ്റ് നോക്കിയാൽ അത് എക്സ്പയറി ആയെങ്കിൽ അത് ഉപയോഗശൂന്യമായ പ്രൊഡക്റ്റ് ആണ്, എത്ര നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണെങ്കിലും. ഹലോ, ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ഡിജിറ്റൽ ആണ്. എത്ര വർഷം കഴിഞ്ഞാലും ഈ പ്രൊഡക്റ്റിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കൃത്യമായ രീതിയിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നേറുവാൻ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഇന്ന് വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ സൂം എന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ ദിവസത്തെ നിങ്ങൾക്ക് അറിയാം. അത് എന്നാണെങ്കിലും അന്ന് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ഓപ്ഷനുകൾ ഈ പ്രൊഡക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. പല ഓപ്ഷൻസുകളും നിങ്ങൾക്ക് സൂം സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഒരുപക്ഷെ കോവിഡിന്റെ സമയം തൊട്ട് ഉപയോഗിച്ചവരാണ് കൂടുതലുമെങ്കിൽ കൃത്യമായി അത് അറിയാൻ പറ്റും. എന്തിന്? നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിനെ കുറിച്ച് ചിന്തിക്കാം. വാട്സപ്പിൽ എത്രയോ തവണ നിങ്ങൾ അപ്ഡേറ്റിന് വിധേയമായിട്ടുണ്ട്. വാട്സപ്പിന്റെ ഓരോ പുതിയ ഓപ്ഷനുകളും നിങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്പനി തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ അപ്ഡേറ്റുകൾ കൊടുക്കുന്നതോടൊപ്പം അതിന്റെ ഒരു വീഡിയോ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് അവർ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അഥവാ പേഴ്സണലായി നമുക്കത് അയച്ചു തരുന്നു. എന്താണ് ഞങ്ങൾ വരുത്തിയിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ? പ്രിയമുള്ളവരെ, വാട്സപ്പിൽ നിന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിയണമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കയറി നോക്കണം. എന്ന് മുതലാണ് ഈ വാട്സപ്പ് അവൈലബിൾ ആയതെന്ന്. ഒരുപക്ഷെ അവൈലബിൾ ആയ അന്ന് മുതൽ നിങ്ങൾ ഇന്ന് വരെ ഉപയോഗിക്കുമ്പോഴും ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ അപ്ഡേറ്റിന് വിധേയമായിട്ടും നിങ്ങൾ ആ പ്രോഡക്റ്റ് മാറി ചിന്തിക്കുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ മെസ്സേജിംഗ് സർവീസസ് ഉള്ള എത്രയോ ആപ്പുകളുണ്ട്. വാട്സപ്പ് പോലെ തന്നെയുള്ള സ്നാപ്ചാറ്റുകളെ അല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ ബോട്ടിം അല്ലെങ്കിൽ ടൂടോക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജിംഗ് സർവീസസ് അഥവാ കോളിംഗ് സർവീസസ് തരുന്ന ആപ്പുകളുണ്ട്. പക്ഷേ വാട്സപ്പിനെ വ്യത്യസ്തമായി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം, ഒന്ന്, അത് ജനകീയമായി കഴിഞ്ഞിരിക്കുന്നു. രണ്ട്, ആ സർവീസസ് തരുന്ന ഓപ്ഷനുകൾ വ്യത്യസ്തമാണ്. മറ്റൊരു ആപ്പിൽ തരാൻ കഴിയാത്തത്രയും സുതാര്യത ഈ പ്രൊഡക്റ്റിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ സർവീസസുകൾ എൻജോയ് ചെയ്യുന്നു.
ഒരുപക്ഷെ ആ സർവീസസുകൾ എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കെ അതിനെന്തെങ്കിലും വിരസത നമ്മൾ അനുഭവപ്പെട്ടാൽ അപ്പോൾ തന്നെ അതിന് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. യൂട്യൂബിന്റെ സർവീസസ് എടുക്കുക. യൂട്യൂബ് ആളുകൾക്ക് ലോങ് വീഡിയോസ് അഥവാ ദൈർഘ്യം കൂടിയ 10ഉം 20ഉം മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ കണ്ട് മടുത്തു തുടങ്ങുന്ന ഒരു സൈക്കോളജിക്കൽ അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ആ കമ്പനികൾ തന്നെ അതിൽ ഷോർട്സ് എന്നൊരു പുതിയ കാര്യം കൊണ്ടുവന്നു. 30 സെക്കൻഡോ അതിൽ താഴെയുള്ള വീഡിയോകളിലൂടെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. കാരണം എന്താണ്? ആളുകളുടെ ജീവിതം വളരെ ഫാസ്റ്റ് ആയി കഴിഞ്ഞു. ഈ ഫാസ്റ്റ് ആയ സമയത്ത് അവർക്കൊരു ആശയത്തെ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ കണ്ടന്റ് കൊടുക്കണം. മറ്റത് 20 മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന കണ്ടന്റിനെ 20 സെക്കൻഡിലേക്ക് ചുരുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം അരമണിക്കൂറോളം സംസാരിക്കേണ്ട കാര്യത്തെ 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് കണ്ടന്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ വിശദീകരണങ്ങൾ എത്രത്തോളം കുറയ്ക്കേണ്ടി വരും എന്നുള്ളത് ചിന്തിക്കാം. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഷോർട്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആ കമ്പനി അങ്ങനെ ചിന്തിച്ചത്? ആളുകൾക്ക് വിരസത വന്നു തുടങ്ങി. അരമണിക്കൂർ അല്ലെ 10 മിനിറ്റ് നോക്കിയിരുന്ന് ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന ആ ഒരു അവസ്ഥ വിരസതയായി മാറിക്കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തെ ആളുകൾ വിട്ടു തുടങ്ങി. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വ്യൂയിങ് റേഷ്യോ കുറയും. ഇവിടേക്ക് ആളുകളെ പിടിച്ചു നിർത്തുവാൻ ആ കമ്പനി ഷോർട്സുകൾ കൊണ്ടുവന്നു. ഇന്ന് ഷോർട്സുകളുടെ അവസ്ഥ എന്താണ്? അത് 30 സെക്കൻഡിൽ നിന്നും 1 മിനിറ്റിലേക്ക് കൂട്ടുകയ്ക്കുന്നു. അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഷോർട്സുകളായി മാറിയിരിക്കുന്നു. ഇനി പതിയെ പതിയെ ലോങ് ടേം വീഡിയോയിലേക്ക് അത് സ്വിച്ച് ചെയ്യും. അതിന്റെ പോളിസീസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മളുടെ ചിന്താഗതിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യത്തിനോടുള്ള കാഴ്ചപ്പാട് മാറുന്നതനുസരിച്ച് ഒരു കമ്പനി കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഹലോ, അതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിരിക്കണം. കാരണം എന്താണ്? പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫിസിക്കലി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് അതിന്റെ ബാക്കെൻഡിൽ ഒരുപാട് ആക്ഷൻ പ്ലാനുകൾ, ഒരുപാട് സിസ്റ്റത്തിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അവിടെ മെഷീനറി ആയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം, അതിന്റെ കോൺസെൻട്രേഷൻസിന് മാറ്റം വരുത്തണം, ആ പ്രൊഡക്റ്റിൽ ചേർക്കുന്ന ചേരുവകൾക്ക് മാറ്റം വരുത്തണം. എന്നാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളല്ല. അത് കംപ്ലീറ്റ്ലി ഡിജിറ്റലായുള്ള മാറ്റങ്ങളാണ്. കോഡിംഗ് സംവിധാനങ്ങളും പുറമേ കാണുന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചെറിയ മാറ്റങ്ങൾ അതിന് വലിയ പ്രത്യേകതകൾ സമ്മാനിക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രൊഡക്റ്റ് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റിന് എക്സ്പയറി ഇല്ലാത്തതും കൃത്യമായ മാറ്റങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ അതനുസരിച്ച് മാറ്റുകയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നിങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തികളുടെയും സജഷൻസ് സ്വീകരിച്ചുകൊണ്ട് ഈ ആപ്പിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് പ്രത്യേകതകളും ഇന്ന് ഈ കമ്പനിക്ക് അവകാശപ്പെടാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന USP ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിൽ നമുക്ക് മാർക്കറ്റിൽ ഇത് ലഭ്യമാക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ USP അതായിരുന്നു, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. ഇനി മൂന്നാമത്തത് എന്താണ്? നമുക്കറിയാം, ഇന്ന് കുട്ടികളുടെ മുമ്പിലേക്ക് ഇത് കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത വേണം, അല്ലെ? കിൻഡർ ജോയി എന്നൊരു മിഠായി, അല്ലെ, ഒരു ചോക്ലേറ്റ് നിങ്ങളുടെ കുട്ടികൾ വാങ്ങാൻ കാരണം ആ കുട്ടികൾക്ക് കിട്ടുന്ന ചോക്ലേറ്റിന്റെ രുചിയേക്കാൾ അപ്പുറം അതിന്റെ മറുവശത്തിരിക്കുന്ന ചെറിയൊരു ടോയിലായിരിക്കും അവരുടെ ശ്രദ്ധ. കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒന്ന് അതിൽ കൊടുത്തെങ്കിൽ മാത്രം. ഒരുപക്ഷെ നമ്മൾ ചെറുപ്രായത്തിൽ ജീരകമുട്ടായി കഴിച്ച് ശീലിച്ച ആൾക്കാരാണ്, അല്ലെ? ഇന്നും ജീരകമുട്ടായി കണ്ടാൽ നമ്മൾ കൊതിയോടെ അത് വാങ്ങി ഒരു പാക്കറ്റ് കയ്യിൽ വെക്കും. ഒരുപക്ഷെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അത്തരത്തിൽ ഒരു പാക്കറ്റ് കിട്ടിയാൽ നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. എന്നാൽ ഇന്ന് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ജീരകമുട്ടായേക്കാൾ വലിയൊരു പാക്കറ്റിൽ ഒരു ടോയ് ഇതിനകത്തുണ്ടാകും. ഇവർ മുറിച്ചു തരുമ്പോൾ ജീരകമുട്ടായി സൈഡിൽ ചെറിയൊരു പോർഷനിലും ബാക്കി വലിയൊരു ടോയും ആയിരിക്കും അതിനകത്തുണ്ടാകുക. ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം, നമ്മൾ ജീരകമുട്ടായി ആണോ അതോ ഈ ടോയ് ആണോ വാങ്ങിച്ചതെന്ന്. അത്രത്തോളം വ്യത്യസ്തമാക്കിക്കൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതൊരു USP ആണ് ആ പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ട്. ഇതുപോലെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന സാൻവോസിറ്റിയുടെ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള 2 USP നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ആപ്പ് മറ്റുള്ള കമ്പനികൾ ഇറക്കുന്നു. ആപ്പുകൾ, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ, എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ഉൾപ്പെടെ ചിന്തിക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ വ്യത്യസ്തമാകണമെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സ്പെഷ്യാലിറ്റി USP എന്ന് പറയുന്നത് അതിൽ ഒരു AI ഇന്റഗ്രേഷൻ വരുന്നു എന്നുള്ളതാണ്. ഇത് കേൾക്കുന്നതിനേക്കാൾ സങ്കീർണമായ ഒരു കാര്യമാണ്. പക്ഷെ അത് സുതാര്യമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം കുട്ടികളുടെ മറ്റൊരു പ്രശ്നം കൂടി ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഒരു AI ഇന്റഗ്രേഷൻ അഥവാ ഒരു വിർച്വൽ അസിസ്റ്റന്റിന്റെ സപ്പോർട്ട് അഥവാ AI ടീച്ചർ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം 9 മുതൽ 4 മണി വരെ അല്ലെങ്കിൽ 10 മുതൽ 4 മണി വരെ ഒരു ക്ലാസ് റൂമിൽ ചെലവഴിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അതിനുശേഷമാണ് അവൻ പഠിക്കുന്നത്. ബാക്കി പഠിപ്പിക്കുകയായിരുന്നു.
ഒരു ടീച്ചർ ടീച്ച് ചെയ്ത കാര്യങ്ങൾ അവൻ വീണ്ടും റീകളക്ട് ചെയ്യുന്നത് രാത്രിയിൽ വന്ന ശേഷമാണ്, അല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വന്ന ശേഷമാണ്. അത് ഹോംവർക്കുകളായോ മറ്റു കാര്യങ്ങളായോ അവർക്ക് വർക്കിംഗ് ടൂളായി കൊടുത്തു വിടുന്നു. വീട്ടിൽ വന്ന് അത് അവര് പരിശീലിക്കുന്നതിലൂടെ അന്ന് പഠിച്ച മുഴുവൻ കാര്യങ്ങളും അവരുടെ തലയിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു 30% കൂടുതൽ നേരിട്ട് അവന് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. കാരണം 20 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും അവന്റെ മൈൻഡ് എൻഗേജ്ഡ് ആകാതെ നിൽക്കില്ല. 20 മിനിറ്റ് വരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയും, നമ്മളാണെങ്കിൽ പോലും 20 മിനിറ്റിൽ കൂടുതൽ ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് കേൾക്കാൻ കഴിയില്ല. അത് മൈൻഡ് സൈക്കോളജിയാണ്. സോ ഇതിനുശേഷം വീട്ടിലേക്ക് വന്ന കുട്ടിക്ക് അവന്റെ എത്തി ഹോംവർക്കുകൾ ചെയ്തു തുടങ്ങുന്നു. അന്ന് പഠിച്ച വിഷയങ്ങൾ കൃത്യമായി എടുത്ത് നോക്കുമ്പോഴാണ് പഠിച്ച ഒരു കാര്യത്തിൽ ഒരു സംശയം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച സമയത്ത് അത് പെൻസിലിന് മാർക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ പേനയിൽ മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കും. നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചറിനോട് അത് ചോദിക്കുകയും ചെയ്യും. പക്ഷേ രാത്രിയിൽ ഉടക്കി വെച്ച ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സംശയത്തെ അപ്പോൾ തന്നെ പരിഹരിക്കാൻ പെടാൻ കഴിയുകയാണെങ്കിലോ, അതൊരു പ്രോബ്ലം സോൾവിംഗ് അല്ലേ? യെസ്. സാമുവൽ സിറ്റി ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവിടെ ചെയ്തത് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് എപ്പോഴാണ് സംശയം തോന്നുന്നത്, അത് അപ്പോൾ തന്നെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തിനാണ് AI ടീച്ചർ ഈ ഒരു ആപ്പിനുള്ളിലേക്ക് വരുന്നത്? നമുക്കറിയാം, അതിന്റെ അപ്ഡേറ്റുകൾ കൃത്യമായി നടക്കുന്നു. അതിനുശേഷം നമുക്ക് ആ AI ടീച്ചറിനെ കാണാൻ കഴിയും. കുട്ടികളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു AI സംവിധാനം കൊടുക്കുന്നത് എന്തിനാണ്? കാരണം അവർ മൊബൈലാണ് ഉപയോഗിക്കുന്നത്, ടാബാണ് ഉപയോഗിക്കുന്നത്. ഇതിലെല്ലാം ഇന്റർനെറ്റ് സംവിധാനമുണ്ട്. ഈ സംശയം അവർക്ക് നെറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ലേ? കിട്ടും. പക്ഷേ സെർച്ച് എഞ്ചിൻ സംവിധാനങ്ങൾ നമുക്കറിയാം, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ഇതുപോലൊരു സംവിധാനത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കൊടുക്കുമ്പോൾ അതിനെ കുട്ടികൾ സെർച്ച് ചെയ്തു തുടങ്ങുമ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് വിവരങ്ങൾ അവർക്ക് ഇതിലൂടെ ലഭ്യമാകും എന്നുള്ളതാണ് അവിടുത്തെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യം. ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് അവർ സെർച്ച് ചെയ്തു തുടങ്ങുമ്പോൾ കമ്പനികളെ സംബന്ധിച്ച് പല കമ്പനികൾ അവരുടെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇത്തരം കീവേഡുകൾ, അതായത് കൊടുക്കുന്ന വേർഡുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അവർ കൊടുക്കുന്ന വാക്കുകളെ കണക്ട് ചെയ്ത് എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കാമോ അതെല്ലാം കൊടുക്കും. പഠന വിവരങ്ങൾ മാത്രമല്ല കൊടുക്കുക. അവിടെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ സെർച്ചില് സേഫ് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ആക്കി ഇട്ട് കൊടുക്കാൻ കഴിയും. ഒരു പരിധിവരെ തെറ്റായ വിവരങ്ങൾ അവരിലേക്ക് കിട്ടുന്നതിന് പകരം, കാരണം ഇന്നത്തെ ലോകം വളരെ മോശമാണ്. പല വിവരങ്ങളും അവർക്ക് തെറ്റായി അവരിലേക്ക് എത്താൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളെ ഓപ്ഷണലി നമുക്കത് ഓഫ് ചെയ്തുകൊണ്ട് സേഫ് സെർച്ച് എന്നുള്ള ബട്ടൺ ഓൺ ആക്കിയിട്ടുകൊണ്ട് അത്തരം വിവരങ്ങൾ അവരിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കാം. പക്ഷെ അവിടെയും തീരുന്നില്ല. അവിടെയും ചില ലൂപ്പ് ഹോളിലൂടെ തെറ്റായ വിവരങ്ങൾ അവരിലേക്ക് വന്നേക്കാം. ഒരുപക്ഷെ ഇത്തരം വിവരങ്ങൾ അവർ ക്ലിക്ക് ചെയ്ത് പഠന വിഷയത്തിൽ നിന്നും മാറി മറ്റു കാര്യങ്ങളിലേക്ക് പോകാനുള്ള അപകട സാധ്യതകൾ അവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ കൃത്യമായി ഒരു AI ടീച്ചറിന്റെ ആവശ്യം, അഥവാ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവറായി ഇവിടെ മൂന്നാമത്തെ USP ആയി കമ്പനി ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ കുട്ടികളോട് നമുക്കിത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ പേരൻസിനോട് ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം. അവന്റെ പാഠ്യവിഷയത്തോട് ബന്ധപ്പെട്ട് അവന് ഈ വിവരങ്ങൾ കൃത്യമായി സെർച്ച് ചെയ്തെടുക്കുവാനുള്ള ഒരു പോർട്ടലാണ് ഈ ഒരു ആപ്പിനുള്ളിൽ കൊടുക്കുക. പഠിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് അവനൊരു സംശയം വന്നു. ഉദാഹരണം 10ലോ അല്ലെങ്കിൽ 10th CBSE ആയിക്കോട്ടെ, മറ്റേത് ക്ലാസ്സിലോ ആയിക്കോട്ടെ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനോട് ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്, ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ തോന്നി കോസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ കോസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ എന്താണ്, സംശയം വന്നു. പെട്ടെന്ന് നോക്കിയെടുക്കാൻ അവൻ പോർഷനിലൂടെ കടന്നു പോകാൻ നേരമില്ല. ഒരു പക്ഷേ ആ AI ടീച്ചറിനോട് ടൈപ്പ് ചെയ്തിട്ടോ വോയിസിലൂടെയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ലാംഗ്വേജിൽ അതിനോട് സംസാരിക്കാൻ കഴിയും. ഇന്ത്യൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും. ആ പറയുന്നതിനെ ആ കൃത്യമായ കോഴ്സ് അവിടെ അവന് എഴുതി കൊടുക്കപ്പെടും. ഒരുപക്ഷെ റെഫറൻസ് ആയി ആ വീഡിയോയുടെ ലിങ്കും അവിടെ കിട്ടിയേക്കാം. അതായത് ആ ആപ്പിനുള്ളിൽ തന്നെയുള്ള ഓപ്ഷണൽ വീഡിയോ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കപ്പെട്ടേക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രശ്നത്തെ അവിടെ സോൾവ് ചെയ്യുകയാണ്. അവന്റെ പഠിക്കുവാനായി അവൻ വട്ടം വരച്ച് നാളെ ടീച്ചറിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു സമയത്തെ അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചു. നാലാമതായി ഒരു USP കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകതകൾ, ഈ USPകൾ നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. അത് മറ്റൊന്നുമല്ല, ഏത് പ്ലാറ്റ്ഫോമിലും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് മൾട്ടി പ്ലാറ്റ്ഫോം യൂസറാണിത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണ്. ആപ്പുകൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളവരാണ് ഈ ഗ്രൂപ്പിലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലായിരിക്കുന്നതിനെ നാളെ ആപ്പിളിന്റെ പ്ലാറ്റ്ഫോമിൽ, അഥവാ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഐഫോൺ പോലെയുള്ള വസ്തുക്കളിൽ ഉപയോഗിക്കാൻ കഴിയും. മറ്റൊന്ന്
വെബ്സൈറ്റുകളിലൂടെ അഥവാ വിൻഡോസിന്റെ പ്ലാറ്റ്ഫോം ആയിരിക്കുന്ന ലാപ്ടോപ്പിലോ മൊബൈലിലോ ടാബിലോ ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി എടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇതും ഒരു വ്യത്യസ്തമായ USP ആയിട്ട് നമുക്ക് കാണാം. കാരണം എന്താണ്? ചില പ്രൊഡക്റ്റുകൾ ചില ഡിവൈസുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ 2, 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒന്ന് പ്രൊഡക്റ്റിന്റെ സെക്യൂരിറ്റി ഈ കമ്പനി നോക്കണം. കാരണം സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഒരു കാര്യം ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്ന പോലെ അല്ല. പല പ്ലാറ്റ്ഫോമിൽ ഒരേ നേരം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സെക്യൂരിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അതിന്റെ സങ്കീർണത വളരെ നന്നായി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഇത്രയും ടെക്നോളജിക്കലി ഇത് ഡെവലപ്പ് ആയിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത്രയും മനോഹരമായ 4 USPയോട് കൂടി നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ കസ്റ്റമറിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ അത് ഏറ്റെടുക്കാൻ മറ്റുള്ളവർ തയ്യാറാകില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാൻവോസിറ്റിയുടെ കൃത്യമായ ഈ USPകൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ ഇതെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മറ്റ് യാതൊരു ഇൻട്രൊഡക്ഷനും കൂടാതെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. എന്തായിരുന്നു ആ 4 USP? ഫസ്റ്റ് വൺ ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ടൈം ഇൻ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ഒരു എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നു. സെക്കൻഡ് നമ്മൾ കേട്ടു, ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്, പ്യുവർലി ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, ഇതിൽ വന്നിരിക്കുന്ന ഒരു വിർച്വൽ അസിസ്റ്റന്റ് അഥവാ ഒരു AI ടീച്ചറിന്റെ സംവിധാനം, അത് കുട്ടികളുടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാവുന്നു. ആൻഡ് നാലാമതായിട്ട് കേട്ടത്, അവരെവിടെയായിരിക്കുമ്പോഴും ഏത് ഡിവൈസുകൾ ഉപയോഗിച്ചാലും അത് മൾട്ടി പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ 4 പോയിന്റുകൾ തന്നെ കൃത്യമായി നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, യാതൊരു സംശയവും വേണ്ട, ഇത് ഏറ്റെടുക്കുവാൻ മാതാപിതാക്കളും കുട്ടികളും തയ്യാറാകും എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു അവസരം തുറന്നു കൊടുക്കുന്നതിലൂടെ ഈ 4 USP കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ കുട്ടികളുടെ പ്രോബ്ലം മാത്രമല്ല സോൾവ് ചെയ്യപ്പെടുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കുക. കാരണം ഇത് ഒരു വലിയ പ്രശ്ന പരിഹാരമാകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വരുമാന മാർഗവും നമ്മുടെ ജീവിതത്തിലെ പല പ്രതീക്ഷകൾക്കുമാണ്. അതുകൊണ്ട് ഓർക്കുക, മുന്നിലുള്ള ഈ അവസരത്തിൽ ഓരോരുത്തരും യൂണിക് സെല്ലിംഗ് പോയിന്റ് അഥവാ യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിൽ പിടിക്കുക. നമ്മുടെ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. പുതിയ ആശയങ്ങളുമായി പോകുന്ന ടെക്നോളജിക്കൽ ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. നമ്മുടെ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും ഒരു വെള്ളി വെളിച്ചം വീഴും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഓൾ.